ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ ഡിലക്സ് യൂസർ കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മൈലേജിന്റെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഹോണ്ടയുടെ ഡീസൽ ഹോണ്ട അമേസ് ആണ് പരിചയപ്പെടുത്തുന്നത്. VX ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വാഹനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫോളോ ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ അതേക്കുറിച്ചൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നോക്കി ക്വാളിറ്റി കണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചാനൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2018 മോഡലാണ്. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. VX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഹോണ്ടയുടെ ചെറിയ സെഡാൻ ടൈപ്പ് വാഹനമാണ് ഹോണ്ട അമേസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പെട്രോൾ മാത്രമേ വണ്ടി വരുന്നുള്ളൂ. ഇത് ഡീസലിൽ വരുന്ന വാഹനമാണ്. 25 മുതൽ 28-29 കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടി. അതിൻ്റെ ഓട്ടോമാറ്റിക് തന്നെ 22ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്. ഫ്രണ്ടൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. കുഴപ്പമില്ലാത്തൊരു 45-55 നമ്പർ പ്ലേറ്റും കാണാം. പിന്നെ നല്ല ഭംഗിയിലാണ്, ഗ്രേ കളറാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. മേജർ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല, വിശ്വസിച്ചെടുക്കാൻ പറ്റും. പിന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ഓടാനുള്ള ടയറിന്, അത് അടുത്തൊരു 20,000-25,000 കിലോമീറ്ററിന് ടയറിനെ കുറിച്ച് നിങ്ങൾ കൺഫ്യൂഷനേ വേണ്ട. പിന്നെ അലോവിയിലാണെങ്കിൽ കമ്പനി അലോവിയിൽ തന്നെയാണ് വരുന്നത്. മിററൊക്കെ ഫോൾഡബിൾ ആണ്. സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റിയർ വ്യൂ മിററാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ പക്കായിട്ട് വന്നിട്ടുള്ളത്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഒരു 56,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ് വാഹനത്തിന് വരുന്നില്ല. പുറകിലാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടിയാണ്. പുറകിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഏകദേശം ഒരു 80-85% ഓടാണ്ട് കേട്ടോ. അപ്പോൾ 4 ടയറും അത്യാവശ്യം ഓടാനുള്ള ടയറുകളാണ്. ഡീഫോഗർ വരുന്നുണ്ട്. പുറകിലേക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഒക്കെ ബൂട്ടിൽ വരുന്നുണ്ട്. സാധനങ്ങളെ കൊണ്ടുപോകാം. ടയറൊക്കെ നോക്കി നിങ്ങൾ ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിലാണ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം സ്റ്റെപ്പിനൊന്നും തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എത്ര ലക്ഷം കിലോമീറ്റർ വേണമെങ്കിലും ഹോണ്ടയുടെ വണ്ടികൾ നിന്ന് പോകും. അത് ഒരു കുഴപ്പമില്ലാതെ ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ. പിന്നെ ഹോണ്ടയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ലെഗ് റൂമാണ്. നല്ല അടിപൊളി സീറ്റ് വരുന്നുണ്ട്, ആംറസ്റ്റ് വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഡിഷൻ സീറ്റ് വരുന്നുണ്ട്, പവർ വിൻഡോ ബട്ടൺ വരുന്നുണ്ട്, ഫോൾഡബിൾ സൈഡ് മിറർ, അതേപോലെ മിറർ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റുകളൊക്കെ എയർ ബാഗ് അടക്കം സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതേപോലെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റും. എത്ര കിലോമീറ്റർ ഓടുന്നതനുസരിച്ച് നമുക്ക് മൈലേജ് കൂടുതലേ കിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലൈന്റ് വരില്ല ഹോണ്ടയുടെ വണ്ടി. ഞാൻ ഒരുപാട് ഹോണ്ടയുടെ വണ്ടികൾ വിറ്റിട്ടുണ്ട്. അനുഭവം കൊണ്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഹോണ്ടയുടെ ഡീസൽ വാഹനങ്ങൾ. പ്രത്യേകിച്ചും പെട്രോളൊക്കെ ആണെങ്കിൽ നല്ല സൈലന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഡീസലാണ്. ഒരു 25ന്റെ മുകളിലൊക്കെ ആവറേജ് മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2018 മോഡലാണ്. 7 ലക്ഷം, അതായത് 7,50,000 ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ VX ഫുൾ ഓപ്ഷനിൽ വരുന്ന, ബട്ടൺ സ്റ്റാർട്ട് വരുന്ന, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഹോണ്ട അമേസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട സമയം ഈ ഒരു വാഹനം കാണാൻ വേണ്ടി സമയം നീക്കി വെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.